So this is again an interesting question from നല്ലൊരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ഒപ്റ്റിക്സ് നല്ലൊരു ക്വസ്റ്റൻ ആണ്. അപ്പാരന്റ് ഡെപ്തിന്റെ കൺസെപ്റ്റ് ആണ്. So you have an object that is placed exactly in the middle of this medium. ഈ ക്യൂ എന്ന് പറയുന്ന മീഡിയത്തിന്റെ മിഡിലായിട്ട് ഒബ്ജക്റ്റ് വെച്ചേക്കാണ്. എക്സാക്ട്ലി മിഡിലായിട്ട് വെച്ചു. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.25 ആണ്. ആൻഡ് യു ആർ ഒബ്സർവിങ് ദി ഒബ്ജക്ട് ഫ്രം ആദ്യം ഈ എൻ പി ഈക്വൽ ടു 1 പി എന്ന് പറഞ്ഞ മീഡിയത്തിൽ നിന്ന് ഇറ്റ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് 1. അതിന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട കൺസെപ്റ്റ്, ആൻഡ് when we say apparent depth by real depth, the easiest way to remember the formula is h apparent by mu in which viewing is taking place. Apparent height by mu of the medium, refractive index of the medium in which you are viewing, that is equal to namukadine h real by allengi h where the object is kept by mu object. ഈ ഒരു ഫോർമാറ്റിൽ ഓർക്കുക, മൾട്ടിപ്പിൾ മീഡിയ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഡു h1 by mu1 plus h2 by mu2 അങ്ങനെ ചെയ്യണം. പക്ഷെ ഇവിടെ ഒറ്റ മീഡിയ ഉള്ളൂ. ആൻഡ് വി ഹാവ് ടു അസ്യൂം ദാറ്റ് വി ആർ വ്യൂയിങ് ഇൻ ദ നോർമൽ ഡയറക്ഷനിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു അസ്യൂം ദാറ്റ് ദി വ്യൂയിങ് ഇസ് ടേക്കിംഗ് പ്ലേസ് ഹിയർ. ഓക്കെ, വെരി ക്ലോസ് ടു ദ മീഡിയം തന്നെയാണ് നമ്മൾ വ്യൂ ചെയ്യുന്നതെന്നും എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതിന്റെ ഹൈറ്റും കൂടി എടുക്കണമല്ലോ. So this is very straightforward. H apparent by mu viewing is equal to h object by mu object. അപ്പോൾ h1 apparent നമുക്ക് നോക്കാം. h1 apparent എന്ന് പറയുന്നത് is when you observe it from p, right? So h1 apparent by mu p, which is 1. Refractive index of p is 1. അല്ലേ? Refractive index of p is 1. So this is equal to h real by, അപ്പോൾ ഇത് മിഡിലായതുകൊണ്ട് ദിസ് ഇസ് 2.5. ഇവിടെ നിന്ന് നോക്കിയാലും ഇറ്റ് ഇസ് എക്സാക്ട്ലി മിഡിൽ എന്ന് പറഞ്ഞിട്ടില്ലേ. മീഡിയം ഇസ് പ്ലേസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് ദ മീഡിയം തന്നിട്ടുണ്ട്. അപ്പോൾ സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ദിസ് ഹൈറ്റ് ഇസ് നത്തിങ് ബട്ട് 2.5 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 2.5 ആയിരിക്കും. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം 1.25 ആയിരിക്കും. സോ h1 is 2 സെന്റിമീറ്റർ. ഇതേപോലെ നമുക്ക് h2 കാൽക്കുലേറ്റ് ചെയ്യണം. ഇതേ ഫോർമുല യൂസ് ചെയ്യുക. h apparent by mu viewing, but you are viewing from this medium right now. ഈ മീഡിയത്തിൽ നിന്നാണ് വ്യൂ ചെയ്യുന്നത്. അപ്പോൾ h2 apparent by mu of r, that is 1.5, that is equal to again ഇവിടെ മാറുന്നില്ല, 2.5 by 1.25, which implies h2 is equal to, ഇത് ഇങ്ങോട്ട് പോവാം, അപ്പോൾ 3 സെന്റിമീറ്റർ എന്ന് വരും. h1 minus h2 is എന്തിനാ ഒരു മോഡ് ആവശ്യമുണ്ട്. h1 minus h2, അതിനാണ് മോഡ് ഇട്ടേക്കുന്നത്. ദാറ്റ് ഇസ് 1. ഇറ്റ്സ് എ വെരി സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്. അഗൈൻ ഞാൻ മുമ്പ് പറഞ്ഞ ക്വസ്റ്റൻ പോലെ വലിയൊരു പാസേജ് തന്നു, ബട്ട് അതിനകത്ത് 2 തവണ h apparent കണ്ടുപിടിക്കണം എന്നുള്ളൂ. നമ്മളിത് എന്തോ വേറെ ഒരു IT ക്വസ്റ്റൻ ഒക്കെ ആണെന്ന് വിചാരിച്ചാൽ അങ്ങനെ പേടിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ യു തിങ്ക് വിത്ത് എ കൂൾ ഹെഡ് നമുക്കിത് ചെയ്യാൻ പറ്റും. ബിക്കോസ് യു ആർ ജസ്റ്റ് അപ്ലൈയിങ് h apparent ഫോർമുല ട്വൈസ്. Okay.